Hi friends, welcome to Pratap Jit. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ ഫോൺ സാംസങ് അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ഫോൺ ഓൺലൈനിലും ഓഫ്ലൈനിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് പിന്നെ ഓഫ്ലൈൻ ഷോപ്പുകളിൽ എല്ലായിടത്തും ഒരുപോലെ കിട്ടുന്ന ഒരു ഫോണാണ് ഗാലക്സി A31. അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് എളുപ്പത്തിൽ വാങ്ങിക്കാവുന്ന ഒരു ഫോണായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ ഷോപ്പുകളിലും ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. അതായത് ഇനി വേറൊരു സെയിൽ ഡേറ്റോ ഫ്ലാഷ് സെയിലോ ഒന്നും അല്ല, എല്ലാം ഇപ്പോൾ തൊട്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം തൊട്ട് തന്നെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇതൊരു നല്ല ഫോൺ തന്നെയാണോ? സാംസങ്ങിൻ്റെ A31 എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതോ പെർഫോമൻസ് എന്തെങ്കിലും പോരായ്മയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെസിഫിക്കേഷൻ വെച്ചൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോച്ച് ഡിസൈനാണ്. ആ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. നോച്ച് ഡിസൈനിലാണ് വരുന്നത്. പഞ്ച് ഹോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ്. താഴെ ഇത്തിരി വലിയ ചിഹ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു തരക്കേടില്ലാത്ത ഫ്രണ്ട് ഡിസ്പ്ലേ സൂപ്പർ അമോലെഡ് ആണ്. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമുക്ക് അറിയുകയും ചെയ്യാം. റിയർ സൈഡിൽ നമുക്ക് യൂഷ്വലായിട്ട് സാംസങ്ങിൻ്റെ ഒരുപാട് ഫോണുകൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സെയിം പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഓവറോൾ ഗുഡ് ലുക്കിംഗ് തന്നെയാണ്. ആ സെയിം ടെക്സ്ചർ ആയതുകൊണ്ട് മോശമൊന്നും പറയാനില്ല. നല്ല ലുക്കുള്ളൊരു ഡിസൈനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാണാൻ നല്ല ലുക്കുള്ള ഒരു ഫോൺ തന്നെയാണ് സാംസങ് അവതരിപ്പിച്ചിരിക്കുന്നത് ഗാലക്സി A31 എന്ന പേരിൽ. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് നോക്കിയാൽ 6.4 ഇഞ്ച് വരുന്ന സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. തിക്നെസ് 8.6 mm ആണ്. അതേപോലെ തന്നെ 185 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഡുവൽ 4Gയും NFC-യും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഗാലക്സി A31 എന്ന ഫോൺ. നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊസസ്സറായിട്ട് വരുന്നത് MediaTekൻ്റെ Helio P65 എന്ന പ്രോസറാണ്. ഒരു നല്ല പ്രോസറാണ്. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഗെയിമൊക്കെ നന്നായിട്ടെന്ന് പറയുമ്പോൾ ഒരു നോർമൽ ലെവലുള്ള ഗെയിമിങ് പബ്ജി പോലുള്ള ഹൈ എൻഡ് ഗെയിമുകളൊക്കെ ഒരു നോർമൽ ലെവലിൽ കളിക്കാം. ഒരു വലിയ ഭയങ്കര സ്മൂത്തായ എക്സ്പീരിയൻസ് അല്ല. ഒരു സ്നാപ്ഡ്രാഗൺ 710 വെച്ചിട്ടുള്ള പല ഫോണുകളും നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഫോണുകളുടെയൊക്കെ ഒരു പെർഫോമൻസ് ലെവലായിരിക്കും ഈ ഒരു ഫോൺ നമുക്ക് തരിക. അല്ലാതെ ഒരു ഹൈ എൻഡ് പെർഫോമൻസ് ആയിരിക്കില്ല. ബട്ട് ആ ഒരു ലെവലിൽ തന്നെ നോക്കിയാലും നല്ല സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ 6GB റാമും 128GB സ്റ്റോറേജും വരുന്നുണ്ട്. ഒറ്റ മോഡലേ ഉള്ളൂ. പക്ഷേ ഇത്രയധികം റാമും സ്റ്റോറേജും ഉണ്ട്. അതിൻ്റെ ഒപ്പം ഈ ഒരു പ്രൊസസർ ഉള്ളത് കൊണ്ട് തന്നെ പെർഫോമൻസിൽ വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല. പിന്നെ ഇതിൻ്റെ OS നോക്കിയാൽ 1 UI 2 ആണ്. അത് Android 10 ബേസ്ഡ് ആണ്. പിന്നെ ഇതിനകത്ത് 6GB റാം 128GB സ്റ്റോറേജ് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. 2 സിം ഡുവൽ 4Gയുടെ ഒപ്പം തന്നെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഉണ്ട്. 512GB വരെ നിങ്ങൾക്ക് ഈ 128 പോരെങ്കിൽ 512GB വരെ ഉയർത്താനുള്ള സൗകര്യം ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഓവറോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ട് തന്നെ ഒരുക്കിയിരിക്കുന്നു. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സെറ്റപ്പാണ്. 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസർ, 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, അങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ റിയർ സൈഡിൽ. 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഒരുക്കിയിരിക്കുന്നത്. സോ ഓവറോൾ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കിയാൽ ഒരു നോർമലായിട്ട് സാംസങ് ഫോണുകളിൽ ധാരാളം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഇന്നോവേറ്റീവായ പുതിയ സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും യൂഷ്വലായിട്ട് വരുന്ന ഒരു നല്ല ക്യാമറ സെറ്റപ്പ്, ഒരു ക്വാളിറ്റി സാംസങ്ങിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അതിൻ്റെ ക്യാമറ റിവ്യൂസ് കണ്ടു നോക്കിയിട്ട് തന്നെ ക്വാളിറ്റി മനസ്സിലാക്കാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ടൈപ്പ് C പോർട്ട് പോലുള്ള സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്കും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ നല്ല ഡിസൈനിലും യൂഷ്വലായിട്ട് സാംസങ്ങിൽ കണ്ടുവരുന്ന ആ ഒരു സ്റ്റൈലിഷ് ലുക്കിലും കാര്യങ്ങളിലുമാണ്. അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ചും വലിയ ഹൈ എൻഡ് ഗെയിമേഴ്സിന് അല്ലെങ്കിലും ഒരു നല്ല നോർമലായ ഗുഡ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ക്യാമറ സെറ്റപ്പ്, ഇംപ്രസീവായ ഒരു ഗുഡ് ക്യാമറ സെറ്റപ്പ്, അതിൻ്റെ ഒപ്പം നല്ല ഒരു ബാറ്ററി ബാക്കപ്പോടും കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഓവറോൾ ഒരു നല്ല ഫോണായിട്ട് തന്നെ നമുക്കിന്ന് വിലയിരുത്താം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 21,999, വെച്ചാൽ 22,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 22,000 രൂപയ്ക്ക് ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നോർമലി മറ്റ് ബ്രാൻഡുകളിലേക്ക് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത്തിരി കൂടുതലായിട്ട് തോന്നാം. ബട്ട് സാംസങ് ഫോണുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും A സീരീസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസിങ് വരുന്നത് നോർമലാണ്. ഇത് ഓഫ്ലൈനിലും ഓൺലൈനിലും നമുക്ക് ഒരുപോലെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. മെയിൻ ഇത് ഓഫ്ലൈൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഈ പ്രൈസിങ് നമുക്ക് സാധാരണ എല്ലാ ബ്രാൻഡുകളും ചെയ്യുന്ന രീതിയിൽ തന്നെ ഇത്തിരി കൂടുതലായിട്ട് നമുക്ക് തോന്നും. അത് യൂഷ്വൽ ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസിന് ഓഫ്ലൈനിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓഫ്ലൈനിൽ ഷോപ്പുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. 1-2 ഷോപ്പുകളിൽ തൃശ്ശൂർ അവൈലബിൾ ആണ്. എന്നാൽ ഭൂരിഭാഗം ഷോപ്പുകളിലും വന്നിട്ടില്ല. വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹാൻഡ്സ് ഓൺ റിവ്യൂസും കാര്യങ്ങളും കണ്ടു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റിയതാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്കിത് ഓഫ്ലൈനിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പ്രൈസ് ഓർത്ത് വയ്ക്കുക. 6GB റാം 128GB സ്റ്റോറേജിനാണ് ഈ പറയുന്ന 22,000 രൂപ. വേറെ സ്റ്റോറേജ് ഓപ്ഷനുകളൊന്നും അവൈലബിൾ ആണ്. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.